ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് ഷെയ്മസ് ഹേനെ എഴുതിയ ബ്ലാക്ക്ബെറി പിക്കിംഗ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോടെ നമുക്ക് തുടങ്ങാം. Irish poet Seamus Heaney's poem Blackberry-picking was first published in the collection Death of a Naturalist in 1966. അപ്പോൾ ഐറിഷ് കവി ആയ ഷീമസ് ഹേനയുടെ ബ്ലാക്ക്ബെറി പിക്കിംഗ് എന്ന കവിത ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1966 ഡെത്ത് ഓഫ് എ നാച്ചുറലിസ്റ്റ് എന്ന സമാഹാരത്തിലാണ്. A seemingly simple childhood recollection of picking blackberries in August is depicted in the poem. അപ്പം ഓഗസ്റ്റിൽ ബ്ലാക്ക്ബെറികൾ പറിച്ചെടുക്കുന്നതിൻ്റെ ലളിതമായ ഒരു ബാല്യകാല ഓർമ്മ ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. The poem, which is written from an adult's perspective, utilizes the experience of harvesting blackberries and seeing them decay as an extended metaphor for the difficult process of maturing and losing innocence. അപ്പോൾ ഒരു മുതിർന്ന വ്യക്തിയുടെ വീക്ഷണകോണിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ എഴുതിയ ഈ കവിത ബ്ലാക്ക്ബെറി വിളവെടുക്കുന്നതിൻ്റെയും അതുപോലെ അവ ചീത്തയാകുന്നത് അതുപോലെ അഴുകിപ്പോകുന്നതിൻ്റെയും അത് കാണുമ്പോഴുള്ള അനുഭവത്തെ ഒരു പക്വത പ്രാപിക്കുന്നതിൻ്റെയും അതുപോലെ അതുമൂലം നിഷ്കളങ്കത നഷ്ടപ്പെടുന്നതിൻ്റെയും ഒരു പ്രോസസ്സ് ആ ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നു. നമുക്കിനി പോം ഡിസ്കസ് ചെയ്യാം. Late August, given heavy rain and sun for a full week, the blackberries would ripen. അപ്പോൾ ലേറ്റ് ഓഗസ്റ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എൻഡ് ഓഫ് സമ്മർ സീസണിൻ്റെ എൻഡും അതുപോലെ ഓട്ടം സീസണിൻ്റെ ബിഗിനെയാണ് റെഫർ ചെയ്യാൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ലേറ്റ് ഓഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗിവൺ ഹെവി റെയിൻ ആൻഡ് സൺ ഫോർ എ ഫുൾ വീക്ക്, ഒരാഴ്ച മുഴുവൻ ദ ബ്ലാക്ക്ബെറീസ് വുഡ് റൈപ്പൻ. അപ്പോൾ ബ്ലാക്ക്ബെറീസ് എല്ലാം നല്ല പഴുത്തു. എന്തുകൊണ്ട്? നല്ല ആവശ്യത്തിനുള്ള മഴയും അതുപോലെ ആവശ്യത്തിനുള്ള സൺലൈറ്റ് സൂര്യപ്രകാശവും കിട്ടിയതുകൊണ്ട് ബ്ലാക്ക്ബെറീസ് എല്ലാം നല്ലവണ്ണം പഴുത്തു. അറ്റ് ഫസ്റ്റ് ജസ്റ്റ് വൺ. അപ്പോൾ അറ്റ് ഫസ്റ്റ് ജസ്റ്റ് വൺ എന്ന് എംഫസൈസ് ചെയ്യുന്ന ആ വെരി ഫസ്റ്റായിട്ടുള്ള ആ ബ്ലാക്ക്ബെറിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. അറ്റ് ഫസ്റ്റ് ജസ്റ്റ് വൺ എ ഗ്ലോസി പർപ്പിൾ ക്ലോത്ത്. ഗ്ലോസി എന്ന് പറഞ്ഞാൽ നല്ല ഷൈനി സർഫസ്. ആ നല്ല പഴുത്ത ബ്ലാക്ക്ബെറിയുടെ സർഫസ് നല്ല ഷൈനി ആയിരുന്നു. അതുപോലെ കളർ എന്ത് കളറാണ്? പർപ്പിൾ കളറായിരുന്നു. അതുപോലെ ക്ലോട്ടിന് ഇവിടെ ആക്ച്വലി ക്ലോട്ട് എന്ന് പറയുമ്പോൾ രക്തം കട്ട പിടിച്ചെന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ ഇവിടെ ആ ഷൈനി ആയിട്ട് നല്ല പഴുത്ത ആ പർപ്പിൾ കളറിലെ ആ ഫ്രൂട്ടിൻ്റെ ജ്യൂസി നേച്ചറിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. അത് ജ്യൂസി നേച്ചർ ഓഫ് ബ്ലാക്ക്ബെറിയാണ് ഇവിടെ ക്ലോട്ട് എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത്. എമംഗ് അതേഴ്സ് റെഡ് ഗ്രീൻ ഹാർഡ് ആസ് എ നോട്ട്. അപ്പോൾ പർപ്പിൾ കളറിൻ്റെ കാര്യം പറഞ്ഞു, നല്ല പഴുത്ത പർപ്പിൾ കളർ എങ്ങനെയുണ്ട്, ബ്ലാക്ക്ബെറി എങ്ങനെയുണ്ടെന്ന്. ഇനി റെഡും ഗ്രീനും ഒക്കെ ഹാർഡ് ആസ് എ നോട്ട് എന്ന് ഉദ്ദേശിച്ചാൽ അൺറൈപ്പ് ബ്ലാക്ക്ബെറീസ്, അത് പഴുത്തിട്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റേജ് ഇപ്പം റെഡ് എന്നൊക്കെ പറയുമ്പം ആ പർപ്പിൾ ആകുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജ് ആ റെഡ്. അപ്പോൾ അതൊക്കെ അൺറൈപ്പാണ്, പഴുത്തിട്ടില്ല. അപ്പോൾ ഹാർഡ് ആസ് എ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സർഫസ് ടഫ്നെസ്. അപ്പോൾ ഈ പഴുക്കാത്ത പഴങ്ങൾക്കൊരു കട്ടിയായിട്ടിരിക്കത്തില്ല അവരുടെ സർഫസ്, അതാണ് ടഫ്നെസ് ഉദ്ദേശിക്കാനാണ് ഹാർഡ് ആസ് എ നോട്ട് എന്ന് റെഫർ ചെയ്യുന്നത്. യു എയ്റ്റ് ദാറ്റ് ഫസ്റ്റ് വൺ. അപ്പം സ്പീക്കർ നമ്മുടെ പോയിറ്റ് ഇവിടെ ആരെയോ അഡ്രസ്സ് ചെയ്യുവാണ് ഡയറക്റ്റ്ലി. യു എയ്റ്റ്, നീ കഴിച്ചു. ദാറ്റ് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെരി ഫസ്റ്റ് ബ്ലാക്ക്ബെറി, ആ ഫസ്റ്റ് കിട്ടിയ ബ്ലാക്ക്ബെറി, അവരാ കണ്ട ബ്ലാക്ക്ബെറി കഴിച്ചു. ആൻഡ് ഇറ്റ്സ് ഫ്ലഷ് വാസ് സ്വീറ്റ്. അപ്പോൾ ഫ്ലഷ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറിയുടെ എഡിബിൾ പാർട്ട്, ഈറ്റബിൾ പാർട്ടിനെ കഴിക്കാനൊക്കുന്ന ആ ബ്ലാക്ക്ബെറിയുടെ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു പാർട്ടിനെയാണ് ഫ്ലഷ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഫ്ലഷ് വാസ് സ്വീറ്റ്. അതെങ്ങനെയായിരുന്നു? ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ലൈക്ക് തിക്ക് ആൻഡ് വൈൻ. അപ്പം ബ്ലാക്ക്ബെറിയുടെ രുചിയും ഇവിടെ പറയുവാണ് എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്ന ഒരു കട്ടിയുള്ള വീഞ്ഞ് പോലെ മാതിരിയുള്ളതായിരുന്നു ആ ബ്ലാക്ക്ബെറിയുടെ ടേസ്റ്റ്. സമ്മേഴ്സ് ബ്ലഡ് വാസ് ഇൻ ഇറ്റ്. അപ്പോൾ വേനൽക്കാലത്തിൻ്റെ തീവ്രതയും ഇവിടെ ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. സമ്മേഴ്സ് ബ്ലഡ് വാസ് ഇൻ ഇറ്റ് എന്ന് പറയുമ്പം നല്ല പഴുത്ത് ആ ഡീപ്പ് റിച്ച് ഫ്ലേവറിലിരിക്കുന്ന ആ ബ്ലാക്ക്ബെറി ആവശ്യത്തിനുള്ള വെയിലൊക്കെ ഏറ്റ് നല്ല ഒരു മെച്ചോർഡായിട്ടുള്ള ഒരു ടേസ്റ്റി ഫ്രൂട്ടായിട്ടുണ്ട് എന്നാണ് സമ്മേഴ്സ് ബ്ലഡ് വാസ് ഇൻ ഇറ്റ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്.
ലീവിങ് സ്റ്റെയിൻസ് അപ്പോൺ ദ ടങ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കഴിച്ചു കഴിഞ്ഞ് നല്ല മധുരമാണ്, അങ്ങനെ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്കത് മറക്കാനൊക്കാത്ത രീതിയിലുള്ളൊരു പഴമാണ് എന്നൊക്കെ പറയത്തില്ലേ. അപ്പം ഇമ്പോസിബിൾ ടു ഫർഗെറ്റ്, നമുക്കതിൻ്റെ മാധുര്യം മറക്കാനൊക്കുന്നില്ല. അതുപോലെ ഇറ്റ്സ് ലാസ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം, നമ്മൾ ആ കഴിച്ചത് നാവിൻ തുമ്പത്ത് അതങ്ങനെ തന്നെ അതിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ലിവിങ് സ്റ്റെയിൻസ് അപ്പോൺ ദ ടങ് ആൻഡ് ലസ്റ്റ് ഫോർ പിക്കിംഗ്. ലസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഡിസയർ, അതിയായ ആഗ്രഹം. അപ്പോൾ ആദ്യത്തെ ബ്ലാക്ക്ബെറി കഴിച്ചതിന് ശേഷം കൂടുതൽ ബ്ലാക്ക്ബെറികൾ പറിക്കാനുള്ളതും അതുപോലെ കഴിക്കാനുള്ള ആഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാണ് a lust for picking. The red ones inked up. ഇനി റെഡ് വൺസ് എന്ന് പറയുന്ന ആ റെഡ് കളറിലുള്ള ബ്ലാക്ക്ബെറീസ്, അപ്പം മെച്ചോർഡ് ആകുന്നതിന് മുമ്പുള്ള ആ ബ്ലാക്ക്ബെറീസ് ഇങ്ക്ഡ് അപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു മെറ്റഫർ ഉണ്ട്, അതായത് കടും ചുവപ്പ് നിറമുള്ള മഷിയുമായി താരതമ്യം ചെയ്യുകയാണ് ഇവിടെ. അതായത് ആ ഡീപ്പ് റെഡ് കളർ ഓഫ് ദ റൈപ്പ് ബെറീസിന് ഒരു കളർ ഓഫ് ഇങ്കുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. ആൻഡ് ദാറ്റ് ഹങ്കർ സെൻഡ് അസ് ഔട്ട് വിത്ത് മിൽക്ക് ക്യാൻസ്, പീ ടിൻസ്, ജാം പോട്ട്സ്. ദാറ്റ് ഹങ്കർ എന്ന് ഉദ്ദേശിക്കുന്ന ആ ഇൻറ്റൻസ് ഡിസയർ, അതിയായ ആഗ്രഹം, ബ്ലാക്ക്ബെറീസ് പറിക്കണം എന്നുള്ള ആ അതിയായ ആഗ്രഹം കൊണ്ട് അവരെന്താ ചെയ്തത്? അവർ മിൽക്ക് ക്യാനും അതുപോലെ പീ ടിൻസും ജാം പോട്ടും എന്നിവയെല്ലാം എടുത്ത് അവരിറങ്ങി ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടി. വെയർ ബ്രയർ സ്ക്രാച്ച്, ഈ ബ്രയർ എന്ന് പറഞ്ഞാൽ തോണി ബുഷസ്, മുൾച്ചെടികൾ, ദാറ്റ് സ്ക്രാച്ച് ദം. അപ്പോൾ അവർ അവിടെ പോയപ്പോഴത്തേക്ക് തോണി ബുഷസിലെ മുള്ളൊക്കെ അവരെ സ്ക്രാച്ച് ചെയ്തു. ആൻഡ് വെറ്റ് ഗ്രാസ് ബ്ലീസ്ഡ് അവർ ബൂട്ട്സ്. അപ്പോൾ വെറ്റ് ഗ്രാസ് ബ്ലീസ്ഡ് അവർ ബൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോയിസ്റ്റ് ആയിട്ടുള്ള നല്ല വെറ്റായിട്ടുള്ള ഒരു പുല്ല് നിറഞ്ഞ ആ ഫീൽഡിൽ കൂടെ അവർ ആ ബ്ലാക്ക്ബെറീസ് പറിക്കാൻ പോയപ്പോൾ അവരുടെ ബൂട്ട്സൊക്കെ ഡേർട്ടി സ്റ്റെയിൻഡായി, മേ ബി നമുക്ക് പറയാം ഡിസ്കളേർഡായി, ഇല്ലെങ്കിൽ ലുക്സ് അൺപ്ലസൻ്റ് എന്ന് തന്നെ പറയാം. അപ്പം ഒറിജിനൽ കളറൊക്കെ പോയി ഒരു അൺപ്ലസൻറ്റ് ലുക്കായി, കുറച്ച് ഡേർട്ടിയായി. അപ്പം വെറ്റ് ഗ്രാസ് ബ്ലീസ്ഡ് അവർ boots. Round hay fields, corn fields and potato drills we trekked and picked until the cans were full. അപ്പോൾ വൈക്കോൽ പാടങ്ങൾ, കോൺ ഫീൽഡുകൾ, ഉരുളക്കിഴങ്ങ് കൃഷിയിടങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വയലുകളിലൂടെ പോയിട്ടും മറ്റുള്ളവരും ബ്ലാക്ക്ബെറി പറിച്ചെടുക്കാൻ യാത്ര ചെയ്തു. അപ്പോൾ ബ്ലാക്ക്ബെറികളെല്ലാം പറിച്ചെടുത്ത് ആ ക്യാൻ നിറയുന്നത് വരെ അവർ ശേഖരിച്ചു. Until the tingling bottom had been covered with green ones. ആ tingling എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ബെറീസിൻ്റെ സൗണ്ട്, അതായത് കവേർഡ് വിത്ത് ഗ്രീൻ വൺസ് എന്നാണ്. ഗ്രീൻ വൺസ് എന്ന് പറയുമ്പോൾ അത് അൺറൈപ്പ് ആയിട്ടുള്ള ബെറീസാണ്. അതായത് ബ്ലാക്ക്ബെറീസ് എല്ലാം, അതായത് ഗ്രീൻ ആയിട്ടുള്ള ബ്ലാക്ക്ബെറീസ് എല്ലാം കളക്ട് ചെയ്ത് അത് അവർ ക്യാനിലോട്ട് ഇട്ടപ്പോഴത്തേക്ക് ആ ഡ്രോപ്പ് ചെയ്ത സൗണ്ടിനെയാണ് ടിംഗ്ലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണപ്പോൾ ആ ബെറീസ് വീണപ്പം ശബ്ദമുണ്ടായി, അതാണ് ഇവിടെ പറയുന്നത്. അൺടിൽ ദ ടിംഗ്ലിംഗ് ബോട്ടം ഹാഡ് ബീൻ കവേർഡ് വിത്ത്. അതുപോലെ ആ ബോട്ടം എല്ലാം കവേർഡ് വെച്ച് നിറച്ചത് എങ്ങനത്തുള്ള ബെറീസ് വെച്ചാണ്? റൈപ്പ് അല്ല, അൺറൈപ്പ് ആയിട്ടുള്ള ഗ്രീൻ ബെറീസ് വെച്ചാണ് ബോട്ടം എല്ലാം നിറച്ചത്. അതുപോലെ അത് ആ ക്യാനിലോട്ട് വീണപ്പോൾ ആ സൗണ്ടിനെയാണ് ആ ടിംഗ്ലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ബിഗ് ഡാർക്ക് ബ്ലോബ്സ് ടേൺഡ് ലൈക്ക് എ പ്ലേറ്റ് ഓഫ് ഐസ്. അപ്പോൾ ബോട്ടത്തിൽ നിറച്ചതെല്ലാം അൺറൈപ്പ് ആയിട്ടുള്ളത്, അപ്പോൾ ടോപ്പിൽ നിറച്ചതെല്ലാം എങ്ങനത്തുള്ളതാണ്? റൈപ്പ് ആയിട്ടുള്ളത്, നല്ല പഴുത്ത ബ്ലാക്ക്ബെറീസ്. ലൈക്ക് എ പ്ലേറ്റ് ഓഫ് ഐസ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു വിഷ്വൽ മെറ്റഫർ കൊടുത്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ വിഷ്വൽ മെറ്റഫർ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേറ്റഡ് ഡാർക്ക്നെസ്, ആ ബെറീസിൻ്റെ നല്ല ഡാർക്കായിട്ടുള്ള കളറിനെയും അതുപോലെ ആ ബെറീസൊക്കെ നിറച്ച് വെച്ചപ്പോൾ ആ ബെറീസൊക്കെ തുറിച്ചു നോക്കുന്ന കണ്ണുകൾ പോലെയുണ്ട് എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. അതായത് സ്പീക്കർ ആ പഴുത്ത ബ്ലാക്ക് ബെറീസിൻ്റെ രൂപഭാവത്തെ വർണ്ണിക്കുകയോ അല്ലെങ്കിൽ വിവരിക്കുകയാണ്. അതായത് മുകളിലുള്ള ആ ഉരുണ്ട പൂർണ്ണമായും പഴുത്ത ബ്ലാക്ക്ബെറീസിനെ കാണുമ്പോൾ ഒരു തുറിച്ചു നോക്കുന്ന കണ്ണുകളുമായി താരതമ്യം ചെയ്യുകയാണ് നമ്മുടെ പോയറ്റ് ഇവിടെ. അവർ ഹാൻഡ്സ് വെർ പെപ്പേർഡ് വിത്ത് തോൺ പിക്സ്. അപ്പം അവർ ഹാൻഡ്സ് വെർ പെപ്പേർഡ് എന്ന് പറയുന്നത്, അപ്പം സ്പീക്കറിൻ്റെ കൈകൾ ബ്ലാക്ക്ബെറി, അതായത് ഇതിനകത്ത് ഈ ലൈനിൽ ഉദ്ദേശിക്കുന്നത് ആ എക്സ്പീരിയൻസ് ആണ്. ബ്ലാക്ക്ബെറി പറിക്കുമ്പോഴുള്ള എക്സ്പീരിയൻസും അത് കൊണ്ടുണ്ടാകുന്ന ഇഞ്ചുറീസുമാണ് ഈ ഒരു ലൈനിൽ പറയുന്നത്. അതാണ് അവർ ഹാൻഡ്സ് വെർ പെപ്പേർഡ് വിത്ത് തോൺ പ്രിക്സ് എന്ന് പറയുന്നത്. സ്പീക്കറിൻ്റെ കൈകൾ ബ്ലാക്ക്ബെറി മുൾപ്പടർപ്പിൻ്റെ
മുള്ളുകൾ കുത്തി നിരവധി ചെറിയ പോറലുകൾ ഉണ്ടായി. അപ്പോൾ ഈ മുള്ളുകൾ കൊണ്ട് നിരവധി കുത്തുകൾ ലഭിച്ചതിനെയാണ് ഈ പെപ്പർ ഗ്രെയിൻ. അത് എങ്ങനെയാണ് താരതമ്യം ചെയ്തിരിക്കുന്നതെന്നൊക്കെ, പെപ്പർ ഗ്രെയിൻ സ്പ്രിങ്കിൾഡ് ഓൺ സംതിങ്, അതായത് ഒരു ടൈനി ഇറിറ്റേറ്റിംഗ് മാർക്സ്, കൈകളിൽ ഒരു ടൈനി ചെറിയ ഒരു ഇറിറ്റേറ്റിംഗ് മാർക്സ് വീണതിനെയാണ് ഈ പെപ്പേർഡ് വിത്ത് തോൺ ട്രിക്സ് എന്ന് കമ്പയർ ചെയ്ത് പറയുന്നത്. അപ്പോൾ പാം സ്റ്റിക്കി ആസ് ബ്ലൂ ബിയാർഡ്സ്. അപ്പം പോയറ്റിൻ്റെ കൈകളിൽ കറയും, ബ്ലാക്ക്ബെറി പറിച്ചതിൻ്റെ കറയും അതുപോലെ ബ്ലാക്ക്ബെറിൻ്റെ ജ്യൂസ് പുരണ്ടത് കൊണ്ട് ഈ നമ്മുടെ ഫ്രഞ്ച് ഫോക്ലോറിലൊക്കെ വരുന്ന ഒരു കൊലപാതക കഥാപാത്രം, ഒരു ക്യാരക്ടറാണ് ഈ ബ്ലൂ ബിയാർഡ്. ആ ബ്ലൂ ബിയാർഡ് എന്ന് പറയുന്ന ആൾ, ആ ക്യാരക്ടർ, ഹീസ് നോൺ ഫോർ മർഡറിങ് ഹിസ് വൈഫ്സ്. വൈഫ്സിനെ മർഡർ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ബ്ലൂ ബിയാർഡ് ഫ്രഞ്ച് ഫോക്ലോറിൽ വരുന്നത്. അപ്പോൾ ആ ബ്ലൂ ബിയാർഡിൻ്റെ രക്തം പുരണ്ട കൈകളുമായി താരതമ്യപ്പെടുത്തി പോയറ്റ് തൻ്റെ കറയും അതുപോലെ ബ്ലാക്ക്ബെറിയുടെ ജ്യൂസിയും നിറഞ്ഞ കൈകൾ. വി ഹോർഡേഡ് ദ ഫ്രഷ് ബെറീസ് ഇൻ ദ ബയർ. അപ്പം അവർ ഈ പുതുതായി പറിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള ബ്ലാക്ക്ബെറീസ് എല്ലാം ശേഖരിച്ചു ബയറിൽ. ഈ ബയർ എന്ന് പറഞ്ഞാൽ ഒരു റൂറൽ ടേമിൻ്റെ മീനിങ് നോക്കുവാണെങ്കിൽ വേർ കൗസ് വെർ കെപ്റ്റ്, ഫാം ഹൗസിനെയാണ് പറയുന്നത്, ഒരു ഫാം ബിൽഡിങ്ങിനെയാണ് ബയർ എന്ന് പറയുന്നത്. ബെറീസൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ സ്പേസിനെയാണ് ബയർ എന്ന് എടുക്കേണ്ടത്. അപ്പോൾ കന്നുകാലികളെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പുരയാണ് ബയർ ആക്ച്വലി. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? വി ഹോർഡഡ് ദ ഫ്രഷ് ബെറീസ് ഇൻ ദ ബയർ. അവർ ഈ ബെറീസ് എല്ലാം ശേഖരിച്ച് ആ സ്റ്റോറേജ് സ്പേസിൽ വെച്ചു. But when the bath was filled, we found a rat grey fungus glutting on our cache. സമൃദ്ധമായി അവർ ശേഖരിച്ച ബ്ലാക്ക്ബെറി വിളവെടുപ്പിനുള്ളിൽ പെട്ടെന്ന് കണ്ടെത്തിയ ജീർണതയും കേടുപാടുകളെയും സൂചിപ്പിക്കുന്നു ഈ വരികൾ. അത് ഫർ എന്നത് ബ്ലാക്ക്ബെറിയിൽ കാണപ്പെട്ട അല്ലെങ്കിൽ പടർന്നു കൊണ്ടിരിക്കുന്ന പൂപ്പലിൻ്റെയോ ഇല്ലെങ്കിൽ ഫംഗസിൻ്റെയോ ആ ലെയറിനെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. അപ്പോൾ കെയർഫുള്ളി കളക്ട് ചെയ്ത പൈൽ ഓഫ് ബ്ലാക്ക്ബെറീസിനെയല്ല, അത് നശിപ്പിച്ചു. അതാ ഇവിടെ പറയുന്നത് എ റാറ്റ് ഗ്രേ ഫംഗസ് ഗ്ലട്ടിങ് ഓൺ അവർ കാഷെ. അപ്പോൾ ഗ്ലട്ടിങ് ഓൺ അവർ കാഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് വെച്ചിരുന്ന ആ പൈൽ ഓഫ് ബ്ലാക്ക്ബെറീസിലെല്ലാം ആ റാറ്റ് ഗ്രേ ഫംഗസ് ഗ്ലട്ടിങ് എന്ന് വെച്ചാൽ ഈറ്റിംഗ് ടു മച്ച് എന്നാണ്. പക്ഷേ ഇവിടെ എടുക്കുമ്പോഴത്തേക്ക് അത് ആ പൂപ്പലെല്ലാം സ്പ്രെഡായി അവർ ശേഖരിച്ച് വെച്ച ബ്ലാക്ക്ബെറിയുടെ ആ കൂമ്പാരം, അതാണ് കാഷെ. ഈ കോണ്ടെക്സ്റ്റിൽ കാഷെ എന്ന് പറയുമ്പോൾ ആ പൈൽ ഓഫ് ബ്ലാക്ക്ബെറീസ് ശേഖരിച്ച കൂമ്പാരമെല്ലാം ചീത്താകാൻ തുടങ്ങി. അടുത്ത ലൈനിലോട്ട് നോക്കാം. ദ ജ്യൂസ് വാസ് സ്റ്റിങ്കിങ് ടു. അപ്പോൾ ജ്യൂസ് വാസ് സ്റ്റിങ്കിങ് ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബ്ലാക്ക്ബെറിയുടെ ആ ഒരു അവസ്ഥ ഇപ്പോൾ എന്താണ്, ഭയങ്കര ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങി. സ്റ്റിങ്കിങ്. വൺസ് ഓഫ് ദ ബുഷ് ദ ഫ്രൂട്ട് ഫെർമെൻറ്റഡ്, ദ സ്വീറ്റ് ഫ്ലഷ് വുഡ് ടേൺ സോർ. വൺസ് ഓഫ് ദ ബുഷ്, അതായത് ചെടിയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോൾ തന്നെ, അതായത് ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഈ ഫ്രൂട്ട് ചെടിയിൽ നിൽക്കുമ്പോൾ, ആ മരത്തിൽ നിൽക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കും. അത് എപ്പോൾ അതിനെ പറിച്ചെടുക്കുന്നോ അപ്പം തന്നെ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഡിക്ലൈൻ ആയിക്കൊണ്ടേയിരിക്കും. അപ്പം വൺസ് ഓഫ് ദ ബുഷ് ദ ഫ്രൂട്ട് ഫെർമെൻറ്റഡ്. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചത്, ആ ഫ്രൂട്ട് പുളിച്ചു. ദ സ്വീറ്റ് ഫ്ലഷ് വുഡ് ടേൺ സോർ. അപ്പോൾ സ്വീറ്റ്, ആ മധുരമുള്ള ആ ഫ്രൂട്ട് എന്തായി മാറി, പുളിച്ചതായി മാറി. ടേൺ സോർ. ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ക്രൈങ്, ഇറ്റ് വാസ് ഇൻ ഫെയർ. അപ്പോൾ ഇവിടെ പോയിട്ട് പറയുവാണ്, ഇങ്ങനെ സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അനുഭവമൊന്നുമല്ല, ഓരോ തവണയും ഇങ്ങനെ കാണുമ്പോൾ നിരാശ നിറയുന്നു എന്നാണ് ഈ വരി സൂചിപ്പിക്കുന്നത്. ഐ ഓൾവേസ് ഫെൽറ്റ് ലൈക്ക് ക്രൈങ്, ഇറ്റ് വാസ് ഇൻ ഫെയർ. ദാറ്റ് ഓൾ ദ ലവ്ലി ക്യാൻഫുൾ സ്മെൽറ്റ് ഓഫ് റോഡ്. അപ്പോൾ ആ മനോഹരമായ എല്ലാ ക്യാനുകളും എന്തിൻ്റെ മണവായി, ആ അഴുകിയതിൻ്റെ മണവായി. ഈച്ച് ഇയർ ഐ ഹോപ്പ് ദേ വുഡ് കീപ് ന്യൂ ദേ വുഡ് നോട്ട്. അപ്പോൾ എല്ലാ വർഷവും പുതുതായി പറിച്ച ബ്ലാക്ക്ബെറികൾ വളരെ കാലം പുതുമയോടെ ഫ്രഷായിട്ടിരിക്കുമെന്ന് നമ്മുടെ പോയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ വിശ്വസിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അത് അഴുകുകയും അതുപോലെ അവരുടെ പ്രതീക്ഷകളെയൊക്കെ നിഷ്ഫലമാക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോയിട്ട് ഈ കവിത അവസാനിപ്പിക്കുന്നത്.
നമുക്കിതിൻ്റെ തീംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഗ്രോയിങ് അപ്പ്. ദ പോം ഈസ് എ മെറ്റഫർ ഫോർ ദ പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പ് ആൻഡ് ദ ലോസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇന്നസെൻസ്. അപ്പോൾ ഈ പോം എന്നുള്ളത് ഒരു കമ്പാരിസൺ കൊടുക്കുന്നുണ്ട്. അതായത് ആ പ്രോസസ് ഓഫ് ഗ്രോയിങ് അപ്പും അതുപോലെ ബാല്യകാല നിഷ്കളങ്കതയുടെ ആ കളങ്കത നഷ്ടപ്പെടുന്നതിൻ്റെ അതൊരു സ്ട്രോങ് കമ്പാരിസൺ കൊടുക്കുന്നുണ്ട്. അതുപോലെ ലോസ്. ദ പോം എക്സ്പ്ലോസ് ദ ഇന്നെവിറ്റബിലിറ്റി ഓഫ് ലോസ് ആൻഡ് ചേഞ്ച് ആൻഡ് ദ ഡിസപ്പോയിൻമെൻറ്റ് ദാറ്റ് കംസ് വിത്ത് ഇറ്റ്. അതായത് നഷ്ടത്തിൻ്റെയും മാറ്റത്തിൻ്റെയും അനിവാര്യതയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട നിരാശയും കവിത എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. മാൻ വേഴ്സസ് നേച്ചർ. ദ പോം ഇലിസ്ട്രേറ്റ്സ് ഹൗ ഹ്യൂമൻ ആർ അൺഎബിൾ ടു കൺട്രോൾ ദ ഫോഴ്സസ് ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയുടെ ശക്തികളെ നിയന്ത്രിക്കാൻ മനുഷ്യർക്ക് കഴിയുകയില്ല എന്ന് കവിത ചിത്രീകരിക്കുന്നുണ്ട്. Time and mortality. The poem explores the process of maturation and decay and the inevitability of death. അതായത് എന്തെല്ലാം പ്രോസസ്സാണ് ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യുന്ന പോം. അതായത് പക്വതയുടെയും അതുപോലെ ഡീക്കേ എന്ന പ്രോസസ്സും അതുപോലെ മരണത്തിൻ്റെ അനിവാര്യതയും എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഗ്രീഡ്. ദ പോം സജസ്റ്റ് ദാറ്റ് ഡിസപ്പോയിൻമെൻറ്റ് ഓൾവേസ് ഫോളോസ് ഗ്രീഡ്. അപ്പോൾ നിരാശ എല്ലായ്പ്പോഴും അത്യാഗ്രഹത്തെ പിന്തുടരുന്നു എന്ന് കവിത സൂചിപ്പിക്കുന്നുണ്ട്. ദ ഡിസയർ ആൻഡ് ഡിസ്ഇല്യൂഷ്മെൻറ്റ്. അതായത് ദ പോം എക്സ്പ്ലോർ a human tendency to earn for and indulge in momentary joys only to face inevitable disillusionment. അതായത് നൈമിഷിക സന്തോഷങ്ങൾക്കായി മൊമെൻ്ററി ജോയ്സിന് വേണ്ടി കൊതിക്കുകയും അവയിൽ മുഴുകുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രവണതയെ കവിത എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ തീം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് പ്ലഷർ ആൻഡ് ദ ഇന്നെവിറ്റബിൾ ഡിസപ്പോയിൻമെൻറ്റ് ദാറ്റ് ഫോളോസ് എക്സസീവ് ഡിസയർ. അതായത് ആനന്ദത്തിൻ്റെ ക്ഷണികമായ സ്വഭാവം അമിതമായ ആഗ്രഹത്തെ തുടർന്നുണ്ടാകുന്ന നിരാശയുമാണ് ഇതിൻ്റെ സെൻട്രൽ തീം. I hope you are clear with this explanation, and if you feel this class useful, please share with your friends too. Thank you.